എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ബി, KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയ്ക്കാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ഡി, NS മാധവൻ. NS മാധവനാണ് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, E. സന്തോഷ് കുമാർ. E. സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് E. സന്തോഷ് കുമാറിന് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, അശോകൻ ചരുവിൽ. അശോകൻ ചരുവിലാണ് 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് അശോകൻ ചരുവിലിന് 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് E.P. രാജഗോപാൽ. E.P. രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ സി, K. അരവിന്ദാക്ഷൻ. K. അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ സി, P.N. ഗോപികൃഷ്ണൻ. P.N. ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, K.P. സുധീര. K.P. സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, M.K. സാനു. M.K. സാനുവിനാണ് 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ എ, പ്രൊഫസർ K.P. ശങ്കരൻ. പ്രൊഫസർ K.P. ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ സി, രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്.
2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ എ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ഡി റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിനാണ് 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ഡി പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ എ പ്രതിഭ റായ്. പ്രതിഭ റായിക്കാണ് 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ എ ദുർഗ പ്രസാദ്. ദുർഗ പ്രസാദിന്റെ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് 2024 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി MR രാഘവ വാര്യർ. MR രാഘവ വാര്യരാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ബി MK സാനു. MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തിരുവിഴ ജയശങ്കർ. നാദസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മോഹൻലാൽ. മോഹൻലാലിനാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2023 പുരസ്കാരം പ്രഖ്യാപിച്ചത് 2025 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. വർഷം 2004. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്ര നടൻ കൂടിയാണ് മോഹൻലാൽ.
2024 54-ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി. 2024 54-ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി, മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തിക്കാണ് 2024 54-ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് ലഭിച്ചതാർക്ക്? 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ എ, സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് ലഭിച്ചത്. 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ എം ലീലാവതി. ഡോക്ടർ എം ലീലാവതിക്കാണ് 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, എം മുകുന്ദൻ. എം മുകുന്ദനാണ് 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യൂത്ത് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യൂത്ത് അവാർഡ് ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. നോവൽ റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യൂത്ത് അവാർഡ് ലഭിച്ചത്. നോവൽ റാം കോ ആനന്ദി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. ശ്രീജിത്ത് മൂത്തേടത്തിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നോവൽ പെൻഗ്വിനുകളുടെ വൻകരയിൽ. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? ഡോക്ടർ രാജശ്രീ വാര്യർ, കല. പി ബി അനീഷ്, കൃഷി. ഡോക്ടർ രാജശ്രീ വാര്യർക്കും പി ബി അനീഷിനുമാണ് 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? എസ് സോമനാഥ്, സയൻസ് എഞ്ചിനീയറിംഗ്. ഭുവനേശ്വരി, കൃഷി. എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? ശശികുമാർ, പത്രപ്രവർത്തനവും മാധ്യമവും. കമാൻഡർ അഭിലാഷ് ടോമി, സ്പോർട്സ്. എം കെ വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പ് ടെക്നോളജി. ജിലുമോൾ മേരിയറ്റ് തോമസ്, സാമൂഹിക വികസനം. ഷഹൽ ഹസൻ മുസലിയാർ, വിദ്യാഭ്യാസം. ശശികുമാർ, കമാൻഡർ അഭിലാഷ് ടോമി, എം കെ വിമൽ ഗോവിന്ദ്, ജിലുമോൾ മേരിയറ്റ് തോമസ്, ഷഹൽ ഹസൻ മുസലിയാർ എന്നിവർക്കൊക്കെയാണ് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവൽ ഏതാണ്? 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവലാണ് ആനോ.
GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതാ സമാഹാരം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതാ സമാഹാരം. മുരിങ്ങ വാഴ കറിവേപ്പ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതാ സമാഹാരം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ. വെരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ഷിനിലാലിന്റെ വെരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയ്ക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകം. പിത്തള ശലഭം. ശശിധരൻ നടുവിലിന്റെ പിത്തള ശലഭത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച സാഹിത്യ നിരൂപണം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച സാഹിത്യ നിരൂപണം. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. ജി ദിലീപിന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച സാഹിത്യ നിരൂപണം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ജീവചരിത്രം അഥവാ ആത്മകഥ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ. ആൻസർ ഞാൻ എന്ന ഭാവം. ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ജീവചരിത്രം അഥവാ ആത്മകഥ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച യാത്രാ വിവരണം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച യാത്രാ വിവരണം. ആരോഹണം ഹിമാലയം. KR അജയന്റെ ആരോഹണം ഹിമാലയത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച യാത്രാ വിവരണം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യം. അമ്മ മണമുള്ള കനിവുകൾ. EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച വിവർത്തനം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച വിവർത്തനം. എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ചിഞ്ചു പ്രകാശിന്റെ എൻ്റെ രാജ്യം എൻ്റെ ശരീരത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച വിവർത്തനം. 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ. PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ. PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ എന്നിവർക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ. 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ദ്രൻസ്. ഇന്ദ്രൻസിനാണ് 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി എസ് ഹരീഷ്. എസ് ഹരീഷിനാണ് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. പട്ടുനൂൽപ്പുഴു എന്ന നോവലിനാണ് എസ് ഹരീഷിന് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി പി എൻ ഗോപികൃഷ്ണൻ. പി എൻ ഗോപികൃഷ്ണനാണ് 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണന് 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. 2024 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ശാരദ. ശാരദയ്ക്കാണ് 2024 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണിനാണ് 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്.